അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് പുതിയതായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കില്ല. സ്തോത്രഗീതം ആലപിച്ച് അവർ ഒലിവ് മലയിലേക്ക് പോയി. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ പെസഹ അവൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അമർത്തി ചുംബിക്കുകയും വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ അനുസ്മരണം സാർവത്രിക ലോകം അനുസ്മരിക്കുന്ന ദിവസം. കർത്താവ് എപ്പോഴാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് വളരെ നാടകീയമായി അച്ഛൻ ഒരിടത്ത് വായിച്ചു കേട്ടിട്ടുണ്ട്. ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവസാനത്തെ അത്താഴമാണെന്ന് അറിഞ്ഞിരുന്ന കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആ നിമിഷം അവരോട് പങ്കുവച്ചത്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, ശുശ്രൂഷയെക്കുറിച്ച് പഠിപ്പിച്ചു, അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാ പ്രകാരത്തിലും അവൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൊടുക്കാനാണ് ആ സമയം വിനിയോഗിച്ചത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് മനസ്സിലോർത്തു, ഇനി എന്താ കൊടുക്കാനുള്ളത്? പിതാവിൻ്റെ പക്കൽ നിന്ന് പഠിച്ചതൊക്കെ പകർന്നു. എല്ലാം ദൈവികമായ അത്ഭുത സിദ്ധികൾ വെളിപ്പെടുത്തി. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, അശരണരെ ആശ്വസിപ്പിക്കാൻ, കടലിന് മുകളിലൂടെ നടക്കാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെ പഠിപ്പിച്ചു. ഈശോ ചിന്തിച്ചു, ഇനി എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇനി എന്താ പകർന്നു കൊടുക്കാനുള്ളത്? അപ്പോഴാണ് കർത്താവിൻ്റെ കൈകൾ മേശപ്പുറത്തിരുന്ന അപ്പക്കഷണങ്ങൾ തേടിച്ചെന്നതെന്ന് വളരെ നാടകീയമായി ഒരിടത്ത് എഴുതി കണ്ടു. ഇനിയും എന്താണ് എൻ്റെ കൂടെ ഈ നാൾ വരെ നടന്നവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത്? അപ്പോഴാണത്രേ അവൻ്റെ കൈ മേശപ്പുറത്തിരുന്ന അപ്പക്കഷണങ്ങളിലേക്ക് നീണ്ടു ചെന്നത്. എടുത്തുയർത്തി അവൻ പറഞ്ഞു, ശമയോൻ, ഇതെൻ്റെ ശരീരമാണ്, നീ വാങ്ങി കഴിക്കി. കാസയെടുത്ത് പൊക്കി പിടിച്ച് സ്വർഗസ്ഥനായ പിതാവിനൊരു സ്തോത്രവും ചൊല്ലി അവൻ പറഞ്ഞു, ജേക്കബ്, ഇത് എൻ്റെ രക്തമാണ്, നീ കുടിക്കി. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഒന്നും ഇനി കൊടുക്കാൻ ബാക്കിയില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവൻ ഒലിവ് മലയിലേക്ക് കരയാൻ പോയത്. കർത്താവിൻ്റെ പെസഹ അവൻ അപ്പമെടുത്ത് വാഴ്ത്തിക്കൊടുത്ത ദിവസം, കമഴ്ന്നു കടന്ന് കാലിൽ ചുംബനം അർപ്പിച്ച ദിനം, അതാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുക. എൻ്റെ വാത്സല്യമുള്ളവരെ, കർത്താവ് അപ്പമായപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മൾ പ്രസിദ്ധമായ ആ ഉപമ കേട്ടിട്ടുണ്ട്. ബുദ്ധൻ മരിക്കാൻ കിടക്കുമ്പോൾ ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു, ഗുരോ, സമാധിയാകും മുമ്പ് അങ്ങയുടെ ഓർമ്മയ്ക്കായി എനിക്ക് എന്തെങ്കിലും? ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചെന്ന് പറയുക, ഗുരോ, സമാധിയാകും മുമ്പ് അങ്ങയുടെ ഓർമ്മയ്ക്കായി എനിക്ക് എന്തെങ്കിലും? ബുദ്ധൻ ഒരു മുല്ലപ്പൂവെടുത്ത് ആനന്ദൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിരിക്കട്ടെ.
ആനന്ദൻ ആ മുല്ലപ്പൂവിൽ അമർത്തി പിടിച്ചു, ചുരുട്ടിപ്പിടിച്ചു ആനന്ദൻ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലെ മുല്ലപ്പൂവ് കരിഞ്ഞുണങ്ങി നശിച്ചുപോയി. വിടവാങ്ങും മുമ്പ് പത്രോസിൻ്റെ കണ്ണുകളിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു, നീ പോവാണല്ലോ, ഓർമ്മയ്ക്കായി എനിക്ക് എന്തെങ്കിലും. മേശപ്പുറത്തിരുന്ന അപ്പമെടുത്ത് വാഴ്ത്തി അവൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് ഗുരു പറഞ്ഞു, ശമയോൻ, ഇത് ഞാനാണ്, നീ ഭക്ഷിക്കുക. ആ അപ്പക്കഷണം പത്രോസിൻ്റെ നാവിൻ ചുണ്ടിലലിഞ്ഞു. അവൻ്റെ നാവിൽ അതലിഞ്ഞ് അവനോടൊന്നായി തീർന്നു. അവൻ്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന ക്രിസ്തു സാന്നിധ്യമായി കൽപ്പാന്തകാലം അത് ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന് നൽകുന്നത് നിരന്തരമായ സാന്നിധ്യത്തിൻ്റെ സ്നേഹമാണ്. അച്ഛൻ അങ്ങനെയാണ് അവൻ്റെ കുർബാനയെ ധ്യാനിക്കുക. ഞാൻ എത്ര പാപിയാകുമ്പോഴും, എങ്ങനെയൊക്കെ ബലഹീനനാകുമ്പോഴും, 1000 വട്ടം അവനെ തള്ളിപ്പറയുമ്പോഴും ഒറ്റിക്കൊടുക്കുമ്പോഴും എന്നോടുള്ള സ്നേഹം മൂത്ത് വീണ്ടും വീണ്ടും അപ്പത്തിൻ്റെ രൂപമാർന്ന് എൻ്റെ കൈവെള്ളയിൽ വന്നിരുന്ന് എൻ്റെ നാവിൻ തുമ്പിൽ അലിഞ്ഞ് എന്നോടൊന്നായി തീരുമ്പോൾ അവൻ എന്നോട് കാണിക്കുന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രകടനമാണ്. അവൻ എന്നിലുണ്ട്. പൗലോസ് പറയും, ഞാൻ ജീവിക്കണു, എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കണു. മറ്റ് പല സഭാ സമൂഹങ്ങളും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ കുർബാനയെ തള്ളിപ്പറയുന്നതിൻ്റെ കാരണം ഇതാണ്. സാത്താൻ്റെ സന്തതികൾ ഏറ്റവും കൂടുതൽ അവനെ അപമാനിക്കാൻ വിശുദ്ധ കുർബാനയെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമായി, അനുഭവമായി, സാന്നിധ്യമായി ക്രിസ്തു ഇന്നും വിശുദ്ധ കുർബാനയിലുണ്ട്. അച്ഛൻ ആ പുസ്തകം വായിക്കുകയായിരുന്നു. പല പല സ്ഥലങ്ങളിലും തിരുവോസ്തി അവൻ്റെ ശരീരവും മാംസവും രക്തവുമായി രൂപാന്തരപ്പെട്ടതിൻ്റെ അനുഭവ കഥകൾ ഉൾക്കൊള്ളുന്നൊരു പുസ്തകം. പല സ്ഥലത്തും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും അതിരിപ്പുണ്ട്. വിശുദ്ധ കുർബാനയിൽ സത്യമായും അവനുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കത്തക്കവണ്ണം ബോധ്യങ്ങൾ തരുന്ന അനുഭവങ്ങൾ നമ്മുടെ ഈ നാട്ടിലും പലർക്കും സംലഭ്യമാണ്. എൻ്റെ വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ പെസഹ സ്മരിക്കുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുകയും തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതിൻ്റെ അനുസ്മരണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നാളിതുവരെ ജീവിച്ചിട്ട് ആർക്കൊക്കെ എന്തൊക്കെ പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലിൻ്റെയും ഒക്കെ നഷ്ടപ്പെടലിൻ്റെ കഥ പറയാൻ നിന്റെ ജീവിതത്തിലുണ്ടോ? നിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, നിന്റെ ആത്മാവിൻ്റെ ചിത്രമെടുക്കുമ്പോൾ, കർത്താവ് നിനക്ക് തന്നവർക്ക് വേണ്ടി പകുത്തുകൊടുത്ത് നഷ്ടപ്പെട്ടതിൻ്റെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിനക്ക് പങ്കുവയ്ക്കാനുണ്ടോ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ഗുരു കർത്താവുമായവൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വിനാഴികയിൽ അപ്പമെടുത്ത് വാഴ്ത്തി പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ് മക്കളെ, വാങ്ങി കഴിക്കി, ഞാനുണ്ട് ഇതിൽ ഉറപ്പ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ എന്ത്, എങ്ങനെ, എപ്പോൾ പറഞ്ഞു? എൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അത്രയും, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും എനിക്ക് എൻ്റെ കർത്താവ് തന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ പങ്കുവെച്ചു കൊടുക്കുമ്പോൾ, പെസഹാ വിരുന്നിലെ എൻ്റെ കർത്താവ് അനുഷ്ഠിച്ച അതേ വിശുദ്ധ കുർബാനയുടെ പിന്തുടർച്ചയാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഒരപ്പൻ, ഒരമ്മ
ഒരു മകൻ, ഒരു മകൾ, അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം പങ്കുവയ്ക്കുമ്പോൾ സത്യമായിട്ടും അവൻ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വിശുദ്ധ കുർബാനയുടെ പരികർമ്മമാണ്. വേല ചെയ്ത് വരുന്ന വഴിയിൽ ഒരു പൊതി കപ്പലണ്ടി വാങ്ങിച്ചു കൊണ്ടുവരുന്ന അപ്പൻ തൻ്റെ പ്രിയപ്പെട്ട കൊച്ചങ്ങളുടെ നേരെ അത് നീട്ടിപ്പിടിക്കുമ്പോൾ സത്യമായിട്ടും അവൻ്റെ മുഖം അന്ന് സെഹിയോ നൂട്ടുശാലയിൽ അപ്പം മുറിച്ച ക്രിസ്തുവിൻ്റെ മുഖമാണ്. രാവിലെ മുതൽ അത്യധ്വാനം ചെയ്ത് ഭക്ഷണം പാകപ്പെടുത്തി ചോറ് വിളമ്പാൻ വെച്ച പാത്രത്തിലേക്ക് ചോറ് തട്ടിയിട്ട് അതിൻ്റെ പുറത്ത് അമ്മ അവളുടെ അധ്വാനത്തിൻ്റെ ഫലമെന്തോണം ചാറ വിളമ്പുമ്പോൾ, കറി ഒഴിക്കുമ്പോൾ അവളുടെ മുഖം പെസഹ വിരുന്നിലെ ക്രിസ്തുവിൻ്റെ മുഖമാണ്. താൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ മാർക്ക് ലിസ്റ്റുമായി തൻ്റെ പ്രിയപ്പെട്ട അപ്പൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ വന്നു നിന്ന് അത് നീട്ടിപ്പിടിക്കുന്ന മകൻ്റെ മുഖം പെസഹ വിരുന്നിൽ അപ്പം പങ്കുവെച്ച ക്രിസ്തുവിൻ്റെ മുഖമാണ്. നിന്റെ ദൈവം നിനക്ക് തന്നിട്ടുള്ളത് നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ എത്ര വട്ടം പങ്കുവെച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കണം. നിന്റെ പ്രിയപ്പെട്ടവർക്ക് അർഹിക്കുന്നത് മറ്റ് പലർക്കുമായി നീ വ്യയം ചെയ്യുമ്പോൾ ദൈവത്തിരുമുമ്പിൽ നീ കുറ്റക്കാരനായി തീരുന്നു എന്ന് പറയാനുള്ള കാരണവും അത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പങ്കുവെച്ചത് അവൻ്റെ ഓർമ്മയായി. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓർമ്മയിൽ ജീവിക്കാനുള്ള കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൻ. വളരെ ദണ്ണിച്ച വളർത്തിയത്, വളരെ ത്യാഗം ചെയ്താ പഠിപ്പിച്ചത്. ആ അപ്പനെ മറക്കാൻ പറ്റില്ല. ആ അമ്മയുടെ സഹന വഴികളെ വിസ്മരിക്കാൻ പറ്റില്ല. അമ്മയും അപ്പനും ഒരു നിറസാന്നിധ്യമായി ജീവിതത്തിലേക്കും മനസ്സിലേക്കും കുടിയേറുന്നത് ഈ ഒരൊറ്റ സത്യത്തിൻ്റെ പിൻബലത്തിലാണ്. പങ്കുവയ്ക്കുന്നതൊക്കെ ഓർമ്മയായി നിത്യകാലം അവശേഷിക്കും, നിത്യകാലം അവശേഷിക്കും. ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്മാനമെന്ന് പറയും. ലൈഫ് ഈസ് എ ഗിഫ്റ്റ്. ജീവിതം ദൈവത്തിൻ്റെ സമ്മാനമാണ്. അച്ഛൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്ന വിലപ്പെട്ട സമ്മാനമാണ് ജീവിതം. നമ്മളൊക്കെ സമ്മാനം കൊടുക്കും. എന്തിനാ നമ്മൾ സമ്മാനം കൊടുക്കുക? സമ്മാനം കൊടുക്കുന്നത് സന്തോഷിപ്പിക്കാനോ ഓർമ്മിക്കാനോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാനോ ഒന്നുമല്ല. എന്തിനാ നമ്മൾ സമ്മാനം കൊടുക്കുക? ഇന്ന് വീട് പണിയുമ്പോൾ, കല്യാണം കഴിക്കുമ്പോൾ, നല്ലൊരു മാർക്ക് വാങ്ങുമ്പോൾ ഒക്കെ നമ്മൾ സമ്മാനം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നത്തെ മനുഷ്യൻ വളരെ ജാഗ്രതയുള്ളവനാ. സമ്മാനം വാങ്ങുമ്പോൾ ആ സമ്മാനം ഉപയോഗമുള്ളതായിരിക്കണമെന്ന് ഇന്ന് സമ്മാനം വാങ്ങുന്നവർക്കും സമ്മാനം കൊടുക്കുന്നവർക്കും നിർബന്ധമുണ്ട്. പണ്ടത്തെ പോലെയൊന്നും കണ്ണീ കണ്ടതൊന്നും കൊണ്ടു കൊടുക്കില്ല. ഒരു വീട് വെഞ്ചിരിപ്പിന് പോകുമ്പോൾ കഴിവനുസരിച്ച് അലൂമിനിയ പാത്രമോ സ്റ്റീൽ പാത്രമോ ചില്ലുപാത്രമോ വാങ്ങാൻ നോക്കും. അതിനപ്പുറത്ത് കപ്പാസിറ്റി ഉള്ളവർ ഫാനോ പ്ലാസ്റ്റിക് കസേരയോ സംഘടിപ്പിക്കും. അതിനേക്കാൾ കൂടുതൽ കഴിവുള്ളവർ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മൈക്രോവേവ് അവനും ഒക്കെ വാങ്ങിക്കൊടുക്കും. വേറെ ചിലർ പൂച്ചട്ടികൾ സമ്മാനിക്കും. ഇങ്ങനെ പല പ്രകാരത്തിൽ സമ്മാനങ്ങൾ കൈമാറുന്നുണ്ട് ഇപ്പം മനുഷ്യൻ. പക്ഷെ എല്ലാവർക്കും ഒരു നിശ്ചയമുണ്ട്, കൊടുക്കണ സാധനം ഉപയോഗത്തിൽ കൊള്ളണം, അല്ലാണ്ട് ആരും കൊടുക്കില്ല. സമ്മാനം വാങ്ങുന്നവനും ഒരു പ്രതീക്ഷയുണ്ട്, ഉപയോഗമുള്ളത് എന്തെങ്കിലും കൊണ്ടുത്തരും. ചിലരൊക്കെ വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുള്ളൂ. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, അച്ഛാ എന്തെങ്കിലുമൊക്കെ സമ്മാനമായിട്ട് കിട്ടും, ബാക്കിയുള്ളത് വാങ്ങിച്ചാൽ മതിയല്ലോ. സമ്മാനം കൊടുക്കുന്നവർക്കൊരു നിശ്ചയമുണ്ട്, കൊടുക്കണ സമ്മാനം ഉപയോഗത്തിൽ കൊള്ളണം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ,
ദൈവം നമുക്ക് ജീവിതം ഒരു സമ്മാനമായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അവനൊരു നിശ്ചയമുണ്ട്, നിന്റെ ജീവിതമാകുന്ന സമ്മാനം ഉപയോഗിക്കപ്പെടണം. നിന്റെ ജീവിതമാകുന്ന സമ്മാനം ഉപയോഗിക്കപ്പെടണം. ഉപയോഗിച്ചതിൻ്റെ അടയാളങ്ങൾ നിന്റെ ശരീരത്തിലും ആത്മാവിലും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് സമ്മാനം നൽകിയവന് സന്തോഷം ഉണ്ടാവുക. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറയാറുണ്ട്. ഒരു വീട്ടിൽ വീട് വെഞ്ചിരിപ്പിന് കൊണ്ടുകൊടുത്ത ഭക്ഷണം കഴിക്കാനുള്ള പാത്രം, ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള പാത്രം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്നു. ഞാൻ തന്ന സമ്മാനത്തെക്കുറിച്ച് അന്വേഷിച്ചു. വീട്ടിലെ ഉടമസ്ഥ പറഞ്ഞു, അച്ഛൻ ടെൻഷൻ പിടിക്കണ്ട, ഒക്കെ ഞാൻ കഴുകി തേച്ച് സൂപ്പറാക്കി ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ മനസ്സ് സന്തോഷിക്കില്ല. ഞാൻ സമ്മാനം കൊടുത്തത് അവരതിൽ ചോറുണ്ണും എന്ന പ്രതീക്ഷയിലാണ്. അച്ഛന് ചിലരൊക്കെ സമ്മാനം കൊണ്ടുതരും, ചിലർ സമ്മാനം കൊണ്ടുതരും. ഇപ്പോൾ വലിയ വലിയ കശുനണ്ടി, ഈന്തപ്പഴം പെട്ടെന്ന് തട്ടിപ്പോട്ടെ എന്ന് കരുതിയിട്ടാവും ചിലർ തരണത്. കൊളസ്ട്രോൾ കൂടുമല്ലോ. ചിലർ ഭക്ഷണ സാധനങ്ങൾ തരും, ചിലർ വേറെ ചില സാധനങ്ങൾ തരും. പലരും കൊണ്ടു തരുമ്പോൾ പറയും, അച്ഛാ ഇത് തോന്നിയവർക്ക് കൊടുക്കാനാണെങ്കിൽ ഞാൻ കൊണ്ടുപോക്കോളാം. അച്ഛൻ തിന്നൂല്ലോ അല്ലേ? അത് അവരുടെ ഒരു ആഗ്രഹമാണ്. അവർ തരുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, അച്ഛൻ തന്നെ ഇത് കഴിക്കണമെന്ന്, അച്ഛൻ ഇത് ഉപയോഗിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ജീവിതം സമ്മാനമായിട്ട് തന്നപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, നമ്മളത് ഭംഗിയായിട്ട് ഉപയോഗിക്കുമെന്ന്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം ജീവിതമാകുന്ന സമ്മാനത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും, നമ്മുടെ ആത്മാവിലുണ്ടാവും. ഇന്നും കൂടി ഒരാൾ എന്നോട് പറയായിരുന്നു, അച്ഛാ ഈ ഫോറിനിലൊക്കെ ചെന്ന കഷണ്ടി ഒന്നും അത്ര വലിയ പ്രശ്നമല്ല, തല നരയ്ക്കണതൊന്നും അത്ര വലിയൊരു പ്രശ്നമല്ല, അല്പസ്വല്പം ജരാനര ബാധിച്ചാലോ കുറച്ച് ചുക്കിച്ചുളിഞ്ഞാലൊന്നും ഇത്രയ്ക്ക് ഗൗരവമില്ല. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ മറച്ചു വയ്ക്കാൻ വല്ലാത്തൊരു തത്രപ്പാടും പെടാപ്പാടും. കഷണ്ടി ഉള്ളവർ എങ്ങനെയെങ്കിലും മുടി വയ്ക്കാൻ നോക്കും. അതൊക്കെ വല്ലാത്ത മോശം കേടാ. നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ ജീവിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ കഷ്ടപ്പെടുമ്പോൾ, നിന്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ നിനക്ക് പറ്റണം. കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യം ചെയ്ത പണി എന്താ? നിങ്ങൾക്ക് സമാധാനം ഇത് പറഞ്ഞിട്ട് അവനവൻ്റെ കൈകാലുകളും ചങ്കും അവരെ കാണിച്ചു. മക്കളെ കാണ്, ഞാൻ തന്നെയാ. ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള അടയാളം അവൻ്റെ കുരിശാ, അവൻ്റെ മുറിവുകളാ. ഒരു വടിയും 2 വട്ട കണ്ണടയും ഒരു ജോഡി ചെരുപ്പ് വരച്ചിട്ട ഏത് കൊച്ചുകുട്ടിയും പറയും ഗാന്ധിയാട്ടാ. ബാക്കി ഒന്നും ഒരു പ്രശ്നമല്ല. ഒരു വട്ട കണ്ണടയും ഒരു കോലം, ഒരു വടിയും 2 ചെരുപ്പും വരച്ചിട്ട അപ്പ പറയും ഗാന്ധിയാണ്. ഗാന്ധിയെ ദ്യോതിപ്പിക്കുന്ന ആ ലാളിത്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ ദ്യോതിപ്പിക്കുന്ന ഒരടയാളമുണ്ട്, അത് കുരിശാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ വേദനകളും അവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും സ്നേഹം നിറഞ്ഞതായപ്പോൾ ആ തിരുമുറിവുകളൊക്കെ വല്ലാണ്ട് വിലപ്പെട്ട അടയാളങ്ങളായി അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ടു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കുരിശിൻ്റെ വഴിയെ നടക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, ദൈവം തന്നവർക്ക് നമ്മൾ എന്താണ് ഇതുവരെ പങ്കുവച്ചിട്ടുള്ളത്. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ ആവശ്യങ്ങളും നിർവഹിച്ചതിന് ശേഷം ഉച്ഛിഷ്ടമാണോ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുക?
കർത്താവ് ചെയ്തതുപോലെ ഇതെൻ്റെ ശരീരമാണ് മക്കളെ, ഇതെൻ്റെ രക്തമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വാങ്ങി കുടിച്ചോ, നിങ്ങൾ വാങ്ങി തിന്നോ, എനിക്ക് തരാൻ ഇതിനപ്പുറത്ത് എൻ്റെ കയ്യിലൊന്നുമില്ല. എത്ര വട്ടം എപ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നമ്മെ വിലപ്പെട്ടവരാക്കുന്നത് ഈ ഒരു സത്യമാണ്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ആ അപ്പനെ വേദനിപ്പിക്കാനോ തള്ളിപ്പറയാനോ എനിക്ക് പറ്റില്ല. എൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവളുടെ ശരീരത്തിൻ്റെ മുറിപ്പാടുകൾ കാണുമ്പോൾ അവളെ ഒരിക്കലും തള്ളിപ്പറയാനും മറക്കാനും എനിക്കൊക്കില്ല. അതുകൊണ്ടാണല്ലോ പ്രസിദ്ധനായ ഒരു വാഗ്മി, ഒരു ആത്മീയ ഉപദേഷ്ടാവ് പറഞ്ഞത്, ഞാൻ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബൈബിൾ വ്യാഖ്യാനം എൻ്റെ അമ്മയാണ്. ഞാൻ പഠിച്ചിട്ടുള്ളതിൽ വെച്ച്, ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബൈബിൾ വ്യാഖ്യാനം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, എനിക്ക് വേണ്ടി അവൾ ഏറ്റെടുത്ത കഷ്ടപ്പാടുകൾ കാണുമ്പോൾ, അവൾ എൻ്റെ ജീവിതത്തിൽ മരണമില്ലാത്തവളായിട്ട് അവശേഷിക്കുക. വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ പെസഹ അവൻ ഓർമ്മയായി തീർന്ന ദിവസം, അവൻ നിരന്തര സാന്നിധ്യമായി മാറിയ ദിവസം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കർത്താവ് തന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദൈവം തന്ന കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ച് തീർക്കാനുള്ളതാ നമ്മുടെ ജന്മം. മുകളിൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കണത് അത് തന്നെയാണ്. നിനക്ക് ഞാൻ തന്നവർക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? ഓർക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ ഈ ലോകത്തിൽ വേറെ ഒരാൾക്കും പറ്റില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഉത്തരവാദിത്വമുള്ള പോലെ ഈ ലോകത്ത് മറ്റൊരു സ്ത്രീക്കും ഉത്തരവാദിത്വം ഇല്ല. എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ എൻ്റെ അപ്പന് ധാർമ്മികമായ കടമയുള്ളതുപോലെ ഈ ലോകത്ത് മറ്റൊരാൾക്കും അതിനുള്ള കടമയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ അവർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഓർമ്മിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ കർത്താവിൻ്റെ കുരിശോട് ചേർക്കുമ്പോൾ ജീവിതം സമ്മാനമായി തന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു ബി യൂസ്ഡ്, നോട്ട് ടു പുട്ട് ഇൻ ഷോക്കേസ്. ദൈവത്തിൻ്റെ സമ്മാനമാണ് ജീവിതം. അത് ഷോക്കേസിൽ വയ്ക്കാനുള്ളതല്ല, അത് ഉപയോഗിച്ച് തീർക്കാനുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ വ്യയം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലും ആത്മാവിലും നമ്മൾ ഏറ്റെടുക്കുന്ന മുറിവുകൾ അത് തിരുശേഷിപ്പുകളായി കരുതണം. അതാണ് തിരുമുറിവുകളായി നമ്മൾ കണക്കാക്കേണ്ടത്. കർത്താവിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ക്രൂശിതനായ എൻ്റെ കർത്താവേ, നിൻ്റെ തിരുമുറിവുകളെ ധ്യാനിക്കുമ്പോൾ, നിൻ്റെ പെസഹായെ ഓർമ്മിക്കുമ്പോൾ, പങ്കുവയ്ക്കാൻ, പകുത്തുകൊടുക്കാൻ നീ കാണിച്ച തീക്ഷ്ണത എന്നെ ലജ്ജിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പത്തും എനിക്ക് നീ തന്ന കഴിവുകളും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി ചെലവഴിച്ച നിമിഷങ്ങളോർത്ത് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഒന്നും ബാക്കി വയ്ക്കാതെ നീ എനിക്ക് സമ്മാനിച്ചതുപോലെ ഒന്നും മാറ്റിവെക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ നീ എന്നെ പ്രേരിപ്പിക്കണേ. എൻ്റെ ജീവിതം നിൻ്റെ സമ്മാനമാണെന്നും ഞാൻ ആത്മാർത്ഥമായി ആ ജീവിതത്തെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നീ സന്തോഷിക്കുന്നതെന്നും തിരിച്ചറിയാൻ എന്നെ നീ സഹായിക്കണേ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ വ്യയം ചെയ്യുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ, എല്ലാവർക്കുമായി സമർപ്പിക്കുമ്പോൾ
എൻ്റെ ശരീരത്തിലും ആത്മാവിലും വന്നെത്തുന്ന എല്ലാ ത്യാഗത്തിൻ്റെ മുറിവുകളും അഭിമാനത്തോടെ കൊണ്ട് നടക്കാൻ, അതെല്ലാം തിരുമുറിവുകളാണെന്ന് ബോധ്യപ്പെടാൻ നീ എന്നെ പ്രേരിപ്പിക്കണേ, പ്രചോദിപ്പിക്കണേ. കർത്താവായ യേശുവേ, സമ്പൂർണമായും നിൻ്റെ തൃക്കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ഏറ്റെടുക്കാൻ എന്നെ നീ ശക്തിപ്പെടുത്തണേ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. അവർണ്ണനീയമായ സ്നേഹത്തെ പ്രതി കർത്താവേ, നിനക്ക് സ്തോത്രം. ആമേൻ.